നിങ്ങളുടെ ഡോഗിനെ നാർക്കോട്ടിക് ഡിറ്റക്ഷൻ പഠിപ്പിക്കണോ? കഞ്ചാവ്, മയക്കുമരുന്ന് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഡോഗിനെയൊക്കെ പഠിപ്പിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന കുറച്ച് പൊടിക്കൈകൾ നമുക്കൊന്ന് പറഞ്ഞേക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ കൊതുകിനൊക്കെ കത്തിക്കുന്ന തിരിയാണ്. ഇതിനകത്ത് കുന്തിരിക്കത്തിന്റെയും പച്ചക്കർപ്പൂരത്തിന്റെയും ഒക്കെ ചെറിയൊരു മണം കാണും. നമുക്ക് വലിയതായിട്ട് അറിയാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് അതൊക്കെ സെൻസ് ചെയ്യാനായിട്ട് വരും. ഞാൻ സാമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ. ഈ ഒരു ഐറ്റവും ഡോഗുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കണം. അല്ലാതെ ഇതെന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള സാധനമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. ആദ്യമേ നമ്മൾ ദാണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യുന്നത്. ആ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ട്രീറ്റ് കൊടുക്കുക. ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്യുക. അതാണ്ട് ഇപ്പം ഞാൻ അവൻ്റെ മൂക്കിൻ്റെ അടുത്തോട്ട് വെച്ച് കൊടുത്തതാണ്. നമ്മൾ കൂടുതൽ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു. യെസ്, കണ്ടോ? ദൂരോട്ട് വെച്ചപ്പോഴും അവൻ അങ്ങോട്ട് വന്ന് സ്മെല്ല് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ട്രീറ്റ് കൊടുത്തു. ഓക്കെ, കുറച്ചുകൂടെ ഡിസ്റ്റൻസിലോട്ട് വെച്ച് നോക്കുക. ഇങ്ങോട്ട് വെക്കുവാണ്. യെസ്, ഗുഡ് ബോയ്. കണ്ടില്ലേ? അപ്പോൾ ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഒരു ദിവസമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, പല ദിവസം. അതായത് ഇത് എപ്പോഴൊക്കെ ഇതിനെ സ്മെല്ല് ചെയ്യുന്നു അപ്പോൾ എല്ലാം നമ്മൾ ട്രീറ്റ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കുക. ഇത് സ്മെല്ലിംഗ് ബോക്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള. അതൊന്നും വേണ്ട, ഇത് 20 രൂപയ്ക്ക് ഇപ്പം വാങ്ങിച്ചതാണ്. ജസ്റ്റ് ടോപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഈ ഐറ്റം ഇട്ടു. ഓക്കെ, ഇട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം? ഇനി ഇതിനകത്ത് സ്മെല്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കൈ വെച്ചിട്ട് സ്മെല്ല് ചെയ്തത് അത് കാണുന്നുണ്ടായിരുന്നു, ഇത് കാണുന്നില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് സ്മെല്ലിലോട്ട് പോകുന്നതാണ് അടുത്ത സ്റ്റേജ്. ഇതിങ്ങനെ മാറ്റി വെച്ചു. സെർച്ച്. യെസ്, കണ്ടോ? നമ്മൾ സെർച്ച് നേരത്തെ വേർഡ് പഠിപ്പിച്ചിട്ടുണ്ട്. വേർഡ് പഠിപ്പിച്ച് ഇതിനകത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ട്രീറ്റ് കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. സെർച്ച്. യെസ്, ഓക്കെ, തട്ടി കിട്ടും കേട്ടാ. ഇനി നമ്മൾ ഈ ഐറ്റം കൈ വെക്കുന്നതിന് വരെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. വെയിറ്റ്. സെർച്ച്. യെസ്, കണ്ടില്ലേ? അവൻ്റെ കണ്ണ് തട്ടി കണ്ടുപോലോ. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ പല ഡിസ്റ്റൻസിൽ വെച്ച് ചെയ്യുക. സെർച്ച്. യെസ്, പല രീതിയിൽ ട്രെയിൻഡ് ആക്കാൻ കേട്ടോ. ഇവന് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് കൊടുക്കുവാണ്. ഇതിന് പകരം അതിൻ്റെ അടുത്ത് പോയി കുരയ്ക്കുമ്പോൾ ട്രീറ്റ് കൊടുക്കാം, അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ട്രീറ്റ് കൊടുക്കാം. നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻഡ് ആക്കി കൊണ്ടുവരാം. ഇതിപ്പോൾ ഇയാളുടെ കൺമുന്നിലാണ് നമ്മൾ വെച്ചത്. ഇനി ജസ്റ്റ് ഇവന് കാണാത്ത ഒരു സ്ഥലത്തോട്ട് ഇതിനെ മാറ്റി വെക്കുക. തേർഡ് സ്റ്റേജിലെന്ന് പറയുന്നത്. ഇപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഇല്ല, ഒറ്റ സ്മെല്ലാണ്. ആ സ്മെല്ലിനെ തന്നെ ഫോളോ ചെയ്താണ് അവൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റിലോട്ട് അവൻ വന്നില്ല, ഡയറക്റ്റ് അങ്ങോട്ടല്ലേ പോയത്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇവന് കാണാൻ പറ്റാത്ത, ജസ്റ്റ് ഡയറക്റ്റ് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഒരുപാട് ഡിസ്റ്റൻസിലോട്ടൊന്നും പോയില്ല. നിങ്ങൾക്ക് അത് പല രീതിയിൽ മാറ്റി മാറ്റി ചെയ്യാം. അവനെ ഒന്ന് കാണിച്ചോ, വെയിറ്റ്. എന്നെ ഒന്ന് കാണിച്ചോ, വെയിറ്റ്. വെയിറ്റ്. അവനെ കാണിച്ചോ, അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അവിടെ നിന്ന് ക്യാമറയിൽ ഇത് സാധനം കാണാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. നോക്കുക, ഞാൻ കമാൻഡ് പറയുന്നത് വരെ അവൻ അവിടെ ഇരിക്കും. ടെറി, സെർച്ച്. യെസ്, ഗുഡ് ബോയ്. അവൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെർച്ച്. യെസ്, ഓക്കെ. ഒരേപോലുള്ള ഐറ്റംസ് കാണുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പോയി ഏതെങ്കിലും ഒരെണ്ണത്തിൽ തൊട്ടിട്ട് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പം നമ്മളവിടെ ഡിസ്ട്രാക്ഷൻസ് ആഡ് ചെയ്യുവാണ്. അതായത് ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഈ പറഞ്ഞ സ്മെല്ലുണ്ട്, ഒരെണ്ണത്തിനകത്ത് സ്മെല്ലില്ല. ഇത് രണ്ടും നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇവൻ പെട്ടെന്ന് പോയി ആദ്യം കാണുന്നതിനകത്ത് ടച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഏകദേശം ഒരേ അകലത്തിൽ ഇത് വെക്കാം. എപ്പോഴാണോ സ്മെല്ലുള്ള സാധനത്തിൽ ഇവൻ സ്മെല്ല് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത്, ആ സമയത്ത് നമുക്ക് ട്രീറ്റ് കൊടുക്കാം. വെയിറ്റ്. നമ്മൾ ഒളിച്ചൊന്നുമല്ല വെക്കുന്നത്, ഡയറക്റ്റ് വയ്ക്കുവാണ്. വെയിറ്റ്. ഒരെണ്ണം ഇവിടെ വെച്ചു, ഒരെണ്ണം ഇവിടെ വെച്ചു. സ്വാഭാവികമായിട്ടും അടുത്തുള്ളതിലോട്ടായിരിക്കും പോകാൻ ചാൻസ്. അത് കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ അടുത്ത സ്ഥലത്തോട്ട് മാറ്റി വെച്ച് നോക്കാം. അത് ടെറി, സെർച്ച്. യെസ്, ഗുഡ് ബോയ്. അടുത്തത് നമ്മൾ ഗെയിം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഇപ്പം എന്താണ്, സ്മെല്ലുള്ള സാധനം അടുത്തായിരുന്നു വെച്ചത്, മറ്റേ ദൂരെയാണ് വെച്ചത്. അടുത്ത തവണ നമ്മളിത് തിരിച്ചു വയ്ക്കുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഓർത്ത് ആദ്യം ഇതിനകത്ത് പോയി മണപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അപ്പം നമ്മൾ ട്രീറ്റ് കൊടുക്കത്തില്ല, മറ്റേതിൻ്റെ അടുത്ത് പോകുമ്പോഴേ ട്രീറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യുവാണ്. ആദ്യത്തെ ഇവിടെ വെച്ചു, അതിനകത്ത് ഈ ഐറ്റം ഇല്ല. രണ്ടാമത്തെ ഐറ്റം ഇവിടെ വെച്ചു, അതിനകത്ത് സ്മെല്ലുള്ളത് ഉണ്ട്. ഓക്കെ, ടെറി, സെർച്ച്. യെസ്, ഇല്ല കേട്ടാ. അവനുണ്ടല്ല, അവൻ ചില്ലറ പുള്ളിയല്ല. അതിനകത്ത് ട്രീറ്റ് ഇല്ല, ട്രീറ്റ് കൊടുക്കുന്നില്ല. അതിനകത്ത് പോയി മണപ്പിച്ചു, കുഴപ്പമില്ല. ട്രീറ്റ് കൊടുക്കുന്നില്ല. അതിനകത്തുണ്ടോ എന്ന് അവൻ സെർച്ച് ചെയ്തോട്ടെ.
അപ്പോൾ നമുക്ക് അല്പം കൂടെ റേഞ്ച് മാറ്റി വെച്ച് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവൻ ആദ്യത്തേലോട്ട് സ്മെല്ല് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡോഗ് അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിൽ സ്മെല്ല് ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട. കറങ്ങി തിരിഞ്ഞ് മറ്റേതിൻ്റെ അടുത്ത് വന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുക്കുക. സ്മെല്ലുള്ള ഐറ്റം ഉള്ളതെന്ന് പറയുന്നത് ഇതിനകത്താണ്. ഇത് നമ്മൾ ഈ കോർണറിൽ വെച്ചു, മറ്റേന്ന് പറയുന്നത് ഈ കോർണറിൽ വെച്ചു. വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ടെറി സെർച്ച്. ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞു വാ. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാതെ ആ സാധനം ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഇതേപോലെ മയക്കുമരുന്നോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്മെല്ല് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതുമായിട്ട് സിമിലറായിട്ട് സമാനതയുള്ള ഒരുപാട് മണങ്ങൾ അതിന് ചുറ്റുമൊക്കെ കാണും. അപ്പോൾ ഇവർ ആദ്യത്തേലോട്ട് പോകുന്നത് ഈ പറഞ്ഞത് അവരുടെ ഫോക്കസ് തന്നെ ശ്രദ്ധിച്ച് പോകുന്നതെന്ന് പറയുന്നത് നല്ലോണം ട്രെയിൻഡ് ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്പം കൂടെ ഒന്ന് ക്ലാരിറ്റി ഡോഗിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു സ്റ്റേജിലോട്ട് കിടക്കാം. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങൾക്ക് 2, 3, 4, 5 മാസമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് സ്റ്റെപ്സ് പറയുന്നതേ ഉള്ളൂ. ഇതും ഈ പ്രൊഫഷണൽസ് ചെയ്യുന്ന അതേപോലുള്ള സ്റ്റെപ്സ് ആകണമെന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യാവുന്ന ഒരു എക്സർസൈസ് പോലെ ചെയ്താൽ മതി. പക്ഷേ തീർച്ചയായിട്ടും പ്രൊഫഷനിലോട്ട് പോകാനൊക്കെ പറ്റും കേട്ടോ. 2 എടുത്ത് വയ്ക്കുന്നു. ഇത് നമ്മൾ അവനെ സ്മെല്ല് ചെയ്യുന്നു. ഒരു കമാൻഡും കൂടെ ഇടുവാണ്. സ്മെൽ, സെർച്ച്. യെസ്, ഗുഡ് ബോയ്. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതായത് അവന് അതിനകത്തോട്ട് തന്നെ പോവുകയും ചെയ്തു. ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. സെൻറ്ററിൽ വെച്ചു കേട്ടോ. ഒരെണ്ണം അവിടെ വെച്ചു, ഒരെണ്ണം ഇവിടെ വെച്ചു. ഇതിനകത്ത് ഏതിനകത്ത് വേണേലും പോയി മണപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ളതിൽ സ്മെല്ല് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ട്രീറ്റ് കൊടുക്കും. ഓക്കെ, സ്മെല്ല് ചെയ്. ഓക്കെ, സെർച്ച്. യെസ്, ഗുഡ് ബോയ്. ഓക്കെ, പിന്നെ അതിനകത്ത് പോയി തട്ടി ഫുട്ബോൾ കളി ഉണ്ട് കേട്ടോ. ഇനി വഞ്ഞു കയറി ബാക്കി കഥ പറയട്ടെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫണ്ണായിട്ടൊക്കെ ഈ ഐറ്റം ഇപ്പം ഞാനിവിടെ വെച്ചതെന്ന് പറയുന്നത് ഈ കൊതുക് തിരിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സിഗരറ്റ് വെക്കാം, തീപ്പെട്ടി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പഠിപ്പിച്ച് ഡോഗിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നതിനെക്കാട്ടിൽ നല്ലത്. കാരണം ഒരുപാട് സ്മെല്ലിനോട് ഇവർക്ക് താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അത്രയും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡ്രഗ്സ് കണ്ടുപിടിക്കുന്ന ഡോഗാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡ്രഗ് കണ്ടുപിടിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് മാത്രം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേജ് വരെ ചെയ്തോളൂ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഇത് കൺമുന്നിൽ വെച്ച് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ പല റേഞ്ചിലൊക്കെ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് കർപ്പൂരമല്ലേ, ഇത് കൊതുക് തിരിയാണ്. ഇപ്പോൾ ഇതുമായിട്ട് ഇതിനകത്ത് പച്ചക്കർപ്പൂരത്തിൻ്റെ മണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കർപ്പൂരം മാത്രം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ചെയ്യാം, കുന്തിരിക്കം വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതും വെക്കും. ഇതെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ട്രീറ്റ് കൊടുക്കത്തുള്ളൂ. അതായത് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു സാധനത്തിൻ്റെ സ്മെല്ല് മാത്രം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതൊക്കെ ഡോഗിന് പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൽ ഒരു ഡ്രോപ്പ് എന്തെങ്കിലും ആഡ് ചെയ്താൽ ആ ഒരു സ്മെല്ല് പോലും വേർതിരിച്ചറിയാനുള്ള കഴിവ് ഡോഗ്സിനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡോഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫിയർ ഇല്ലാത്ത ചുറ്റുപാടും വലിയ ഗാർഡിങ് ഒന്നും ഇല്ലാത്ത ഡോഗാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം അവർ നല്ലോണം സോഷ്യലൈസ്ഡ് ആയിരിക്കും. അവർക്ക് ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ അടുത്ത് അഗ്രസീവായിട്ട് പോവുകയൊന്നുമില്ല. ഫോക്കസ് എന്ന് പറയുന്നത് സ്മെല്ലിൽ മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ കുഞ്ഞിലെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്നതാണ് നല്ലത്. ജസ്റ്റ് ഞാൻ സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കിട്ടിയ റിസൾട്ട് പറയുക. ഇനി സെർച്ച് എന്ന് പറയുന്ന വേർഡ് പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് എങ്ങനെ പഠിപ്പിക്കുക, ആ കമാൻഡ് എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.